റോമ 4:8 കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അപ്പൊ നമ്മള് ഭാഗ്യവതി എന്ന് കർത്താവ് എന്ന് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അമ്മ പറഞ്ഞില്ലേ? എന്താ കാര്യം? കർത്താവ് കുറ്റം ചുമത്താത്ത ഒരാളാണ് അമ്മ. അപ്പം നിങ്ങളെയും കർത്താവ് കുറ്റം ചുമത്തല്ലേ, എന്നെയും ചുമത്തത്തില്ലായിരിക്കും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാരും കർത്താവ് കുറ്റം ചുമത്താൻ സാധ്യതയുണ്ട്. എന്ത് വകുപ്പിലാണ്? ഉടമ്പടി തെറ്റിച്ചത് കൊണ്ടൊന്നുമല്ല. പാലം കയറുവോളം നാരായണ, പാലം കയറി കഴിഞ്ഞ് എന്ത് പറയുമെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പാലം കയറുവോളം നാരായണ. ഉപവാസമെങ്കിൽ ഉപവാസം, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, എന്ത് വേണം ചെയ്യാൻ തയ്യാറാകും. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയ കാട്ടാളത്തിയായിട്ട് മാറും. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങളുമായി കർത്താവ് തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ കർത്താവിന് ഉള്ള ക്ഷമ പോകും. എന്താ കാര്യം? നമ്മൾ വീണ്ടും പഴയ വ്യക്തികളായി മാറും. എന്താ പഴയ വ്യക്തികളെന്ന് പറഞ്ഞാൽ അർത്ഥമായി കൂപ്പ് തേക്കത്തില്ല, ആർക്കും ഒന്നും കൊടുക്കത്തില്ല, രോഗികളെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല, ആശുപത്രിയിൽ പോകത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന ഓരോ കാട്ടായം കാണുമ്പോൾ കർത്താവിനറിയാം ചുമ്മാ ഇതൊക്കെ വെറുതെ ഇപ്പോഴത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ഇവളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഇവൾ പഴയ ആളായി മാറും. എന്താ കാര്യം? നമുക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് പ്രതികാരം ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ജോലി കിട്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് കാണിക്കുകയാണ്, നമ്മളിപ്പോൾ ബൈക്കിൽ പോവാണ്, ഉടനെ ലിഫ്റ്റ് കാണിച്ച് അവർ തിരക്കായ കൊണ്ട് ചിലപ്പോൾ അവിടെ തന്തക്ക് വായി കുളിക്കാൻ മേടിക്കാൻ പോവുകയായിരിക്കും. ചിലപ്പോൾ എന്തോ ആയിക്കോട്ടെ, അവർ വണ്ടിയെ കയറ്റിയില്ല. അതോടുകൂടി നമ്മൾ ഉടമ്പടി എഴുതി വെച്ചിട്ടുണ്ട്, ബൈക്ക് വാങ്ങിക്കണമെന്ന്, ഡ്യൂക്ക് തന്നെ വാങ്ങിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പണിയായില്ലേ? എന്തിനാണ്? അവനെ കാണിക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത് പത്രാസല്ലേ, അതിനു വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി അത് നീ ബൈക്ക് വാങ്ങിച്ചെന്ന് വിചാരിച്ചോ, നീയും അത് തന്നെ ചെയ്യും. നിന്നെ ബൈക്കൊക്കെ കയറ്റാത്ത കണ്ട് നീയും ഇനി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കയറ്റത്തില്ല. ഇത് കർത്താവിന് അറിയാം. ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ രക്ഷപ്പെട്ടാൽ ഞാൻ ആ പഴയ ആളായിട്ട് മാറിയിട്ട് പ്രതികാരമോ അതുപോലെ അതുപോലുള്ള ലോകത്താരുടെ നടപടിക്രമം എടുക്കുമെങ്കിൽ കർത്താവ് കുറ്റം ചുമത്തും നിങ്ങളാണ്. അവിടെ വിഷയം അതാണ് 8:4 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാനെന്ന്. കർത്താവ് 4:8 കർത്താവ് കുറ്റം ചുമത്താത്തത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ മർമ്മമാണത്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ അനുഗ്രഹം തുടങ്ങും കർത്താവ്. ദൈവമേ, എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ വീണ്ടും എന്നെ വേദനിപ്പിച്ചവരുണ്ട്, എന്നെ കൂട്ടത്തിൽ കൊച്ചാക്കിയവരുണ്ട്, എന്നെ കളിയാക്കിയവരുണ്ട്. ചെറിയ ആൾക്കാരെ പ്രസവിക്കാൻ നടക്കണേ എന്തിനാണെന്നറിയാവോ? അവർക്ക് പ്രസവിച്ച് മക്കളെ കിട്ടാൻ വേണ്ടിയല്ല, അവരെ മച്ചിയെന്ന് വിളിച്ചവർക്ക് 2 പറയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അവരെ ഈ ചിലപ്പോൾ മച്ചിയെന്നൊക്കെ വിളിക്കുമല്ലേ, അങ്ങനെ വിളിക്കും അങ്ങനെ. അപ്പോൾ അവരെ കരുതിക്കൊണ്ട് വെച്ചേക്കാണ്. സ്വന്തം ഭർത്താവല്ലെങ്കിൽ ശരി, വേറെ ആരാലും ശരി, മക്കളുണ്ടായിട്ട് കാര്യമെന്ന് പറയും. അങ്ങനെ മനുഷ്യാരൂപി ഇങ്ങനെ കയറി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ 5:23 ലെവൽ കണ്ടില്ലേ? മത്തായി 5:20 വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ. 5:23 നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി
പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പൊ മറ്റുള്ളവരോട് സഹോദരങ്ങളോട് രമ്യപ്പെടുക, അത് നീ മൂലം ഉണ്ടായിട്ടുള്ള കുഴപ്പം അല്ലെങ്കിൽ പോലും, അവർ മൂലം ഉണ്ടായ കുഴപ്പമാണെങ്കിൽ പോലും നിങ്ങൾ രമ്യതയിലിരിക്കാനാണെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വിഷയം. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ കർത്താവ് നിങ്ങളെ കുറ്റം ആരോപിക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കർത്താവ് ബി ഹോളി ആസ് ഐ ആം ഹോളി, എബ്രാഹത്തിനോട് പറയുന്ന വാക്കുകളാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഇതൊരു പരിശുദ്ധിയിലേക്കുള്ള ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഓരോരോ കാര്യം സാധിച്ചെടുക്കാനുള്ള കുട്ടി ഉപായങ്ങളല്ല, ശരിക്കും പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. പരിശുദ്ധിയിലേക്കുള്ള വിളി അത് ബി പെർഫെക്റ്റ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിനോട് ചേർന്ന് കർത്താവ് പറയുമ്പോഴും അതിന് മാറ്റം ഉണ്ടാക്കുന്നില്ല. പഴയ നിയമത്തിലുള്ളതാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് ദൈവം പറയണതാണ്. അത് ഈശോ വരുമ്പോഴും ശരിക്കും അത് ഈശോ അതുപോലെ തന്നെ 5:48 പറയുന്നുണ്ട്, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ അത് തന്നെ സെയിം വാക്കാണ്, തത്സമമായ വാക്കാണ്. പക്ഷേ എങ്കിലും ദൈവം ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല, നമ്മുടെ വിശുദ്ധി എന്നുള്ള നിലപാടിൽ നിന്ന് മാറുന്നില്ല. റീഡ് ഇറ്റ്, ശ്രുതികട. മത്തായി 5:48, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇതിന്റെ മൂവ്മെന്റ് കണ്ടില്ലേ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ സുവിശേഷത്തിൻ്റെ സ്നേഹസാക്ഷ്യം കൊടുത്ത് നമ്മൾ വളരുകയാണ്. നിങ്ങൾ അതിലൊന്ന് ലക്ഷ്യം വെച്ച് നോക്കിക്കേ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഉടമ്പടി പ്രകാരം മൂവ് ചെയ്യുന്നത് കാണുമ്പോഴാണ് ബാക്കി ദൈവം സെറ്റ് ചെയ്യണത്. ഇപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പോണ എങ്ങനെയാണ്? ഇവരോട് ആ റഷ്യക്കാരൻ്റെ, അമേരിക്കാരൻ്റെയും ഓസ്ട്രേലിയക്കാരൻ്റെയും ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഉടനെ ഇവരോട് പറയുന്നതെന്ന് വെച്ചാൽ 12 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് തരുമെന്ന് പറയും. 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തരാമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് പേടിയാവും, കാര്യം തോറ്റ സർട്ടിഫിക്കറ്റല്ലേ കയ്യിരിക്കണത്. പിന്നെ എങ്ങനെ 12 മണിക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും നമുക്ക് പണിയല്ലേ, ഒരു കഥയില്ലാത്ത കാര്യം ആടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ പക്ഷേ 2 മണിക്കൂറിൽ റിസൾട്ട് വരും, യു ആർ പാസ്റ്റ് എന്ന്. യു ആർ പാസ്റ്റ്. ആ ഇൻ്റർവ്യൂവിൽ അവർ പാസ്സായെന്ന് 2 മണിക്കൂറിൽ റിസൾട്ട് വരും. അപ്പോൾ എന്ത് പാസ് വെച്ച് കഴിഞ്ഞാൽ വിയന്നയിൽ, ഓസ്ട്രിയയിൽ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് PhDക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താ പ്രശ്നം? ഇവരുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ എന്താ, ടീച്ചറെ കണ്ണൂർ പഠിപ്പിക്കാൻ, കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് വന്നിട്ട് അവർ കേരള യൂണിവേഴ്സിറ്റിയിൽ പോകും. കേരള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ടീച്ചർ ഒരു അറ്റകൈ ചെയ്യും. ഉടമ്പടി എന്ന് പറയുന്നത് അറ്റകൈ പ്രയോഗം ചെയ്യണമല്ല, ചെയ്യാൻ അറിയണം. എന്താ പ്രശ്നം? യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് തോറ്റിരിക്കുന്നതാണ്. ആ തോറ്റ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഇവർ. പക്ഷേ ടീച്ചർ എന്താ ചെയ്യണത്? യൂണിവേഴ്സിറ്റിയുടെ തൂണിൻ്റെ താഴെ കൊണ്ട് ആൾക്കാർ ചവിട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഉടമ്പടി ഉപ്പ് പ്രതിഷ്ഠിക്കോടെ. ഈസ് എ ടീച്ചർ, ഈസ് ഡൂയിങ് സി ജീസസ്. നിങ്ങളിതിനകത്ത് നോക്കേണ്ടത് എന്താണ് അവർ ചെയ്യണമെന്ന് നോക്കണം. കാര്യം ഞങ്ങൾ ചിലപ്പോൾ ഉപ്പ് തരും, ചിലപ്പോൾ തൈലം തരും, പക്ഷേ എന്താ അതെല്ലാം മീഡിയംസാണ്. നിങ്ങളുടെ വിശ്വാസം ഒരു കുറി നിങ്ങൾക്കത് പ്രഖ്യാപിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ മീഡിയം നിങ്ങളെ സഹായിക്കും. കാര്യം എന്താണ്? അതെല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള സംഭവങ്ങളെയാണ്. ഉപ്പ്, അതുപോലെ തന്നെ തൈലം, ഇതൊക്കെ ദൈവം ഓരോരോ കാലത്ത് തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ദൈവനിവേശിതമായ അനുഗ്രഹ അടയാളങ്ങൾക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രഖ്യാപനങ്ങളാണ്. ആഫ്റ്റർ ഓൾ നമ്മളുടെ ഈ വിശ്വാസം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണത്? ബൈ പ്രൊക്ലെയിം ദ ഫെയ്ത്ത്, അല്ലേ? നമ്മുടെ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്? അത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ. വിശ്വാസം നമുക്ക് അധരം കൊണ്ട് പ്രഖ്യാപിക്കാം, പിന്നെ ആക്ഷൻ കൊണ്ട് പ്രഖ്യാപിക്കാം. ടീച്ചർ എന്താണ് ചെയ്തിരിക്കണത്? ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റി കവാടത്തിലിടും.
കവാടത്തിൽ ഇട്ടേച്ചും പറയും, കർത്താവേ, ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങാമെന്ന് ഞാൻ അനുവദിക്കാവൂ. ദിസ് ഈസ് ദ ഡിമാൻഡ്. കാരണം എൻ്റെ മകൾ ആദ്യം മുതൽ പഠിക്കണതാണ്, 1-ാം ക്ലാസ് മുതൽ പഠിച്ച് കയറി വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഫ്ലോപ്പ് സംഭവിച്ച് കാണും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ പേപ്പർ പോയിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, ചില സമയത്ത് 2-3 ദിവസം കഴിയാതെ നമുക്ക് കറക്റ്റ് പേപ്പറും കിട്ടിക്കൊണ്ട് പോരാൻ പറ്റത്തില്ല. ഒരു പേപ്പറാണെങ്കിൽ പോലും ടീച്ചറിന് എത്ര പേപ്പർ വേണമെന്ന് അറിയാമോ? 5-6. കാര്യം യൂണിവേഴ്സിറ്റിയൊക്കെ മൈഗ്രേഷൻ അല്ലേ, മൈഗ്രേഷൻ യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പേപ്പേഴ്സും വേണ്ടി വരും. അപ്പോൾ ആ പേപ്പറെല്ലാം മേടിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തോട്ട സർട്ടിഫിക്കറ്റും അവരിവിടെ ഉടമ്പടി ഇപ്പോണ്ട് യൂണിവേഴ്സിറ്റി കവാടതലങ്ങൾ ഇട്ടിട്ട് ഒരു വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം എന്താണ്? യേശു കർത്താവാണ് എന്നത്തരം കൊണ്ട് ഏറ്റുപറയും. ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. കാര്യം അവരെ ട്രെയിൻഡ് ചെയ്ത് വന്നതാണ്. അവിടെ അമ്മ ഉസ്താദായിരുന്നു, ഭയങ്കര വിശ്വാസത്തിൻ്റെ വലിയ ആളായിരുന്നു. ഒരു പഠന അധ്യാപിക പോലെയാണ് അവർ പറഞ്ഞത്. ജവമാലയും അതുപോലെ തന്നെ ദിവ്യകുർബാനയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാമെന്ന് വിശ്വസിച്ച് ജീവിച്ച് കാണിച്ചു തന്ന അമ്മയാണ്. കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 27, 2022 ഞാനൊരു നേഴ്സാണ്. ഞാൻ OETക്ക് വേണ്ടി കുറേ നാളായി പരിശ്രമിക്കുന്നു. ഫസ്റ്റ് ഞാൻ OET എഴുതുന്നത് ഫെബ്രുവരി 5-ാം തീയതി 2022 ആദ്യം തന്നെ എനിക്ക് OET എന്ന കടമ്പ കിടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനൊരു മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അപകർഷതാബോധമായിരുന്നു. എനിക്കിത് കിട്ടുമോ, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ആദ്യം ഖത്തറിൽ ജോലി നോക്കിയായിരുന്നു. പക്ഷേ ഫാമിലി ആയിട്ട് താമസിക്കുവാനായിട്ട് അവിടെയുള്ള സൗകര്യങ്ങളൊന്നും ഈ ജോലിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ OET എഴുതാനായിട്ട് പ്രിപ്പയർ ആയി തുടങ്ങി. പക്ഷേ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു, എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഫസ്റ്റ് ഞാൻ എക്സാം ഫെബ്രുവരി 5-ാം തീയതി എഴുതി, റിസൾട്ട് വന്നു. പക്ഷേ എനിക്ക് ഒരു B ഗ്രേഡ് പോലും ഒരു മൊഡ്യൂളിൽ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, എന്നെക്കൊണ്ടിത് സാധിക്കില്ല. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, ഒന്നും കൂടെ നീ ഇത് എഴുതി നോക്ക്, നിനക്ക് സാധിക്കും, നീ ഒന്നുകൂടെ പ്രാർത്ഥിച്ച് എഴുതി നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ജൂലൈ 23-ാം തീയതി ഡേറ്റ് എടുത്തു. ഒന്നുകൂടെ ഞാൻ OET പ്രിപ്പയർ ചെയ്തു. സെൽഫ് സ്റ്റഡിയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു, ഇത് എല്ലാവർക്കും 2-3 തവണയല്ല എഴുതി കിട്ടുന്നത്, നീ പേടിക്കണ്ട, ഒന്നും കൂടെ നീ എഴുതുക പറഞ്ഞു. ഞാൻ അങ്ങനെ എഴുതി, പ്രാർത്ഥിച്ച് ഞാൻ ഒന്നും കൂടെ എഴുതി. അപ്പോൾ എനിക്ക് 2 B ഗ്രേഡും 1 C ഗ്രേഡും 1 C+ഉം കിട്ടിയത്. പിന്നീട് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടില്ല, ഇനി ഞാൻ എഴുതില്ല, നമുക്ക് വേറെ DHO അങ്ങനെ ഏതെല്ലാം എഴുതി പോകാം, ഈ OET എന്ന കടമ എനിക്ക് പറ്റുന്നില്ല, എക്സാം പഠിക്കുവാനെല്ലാം ഭയങ്കര പാടാണ്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എനിക്ക് ഇവിടുന്ന് മുന്നേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു, നീ ഒന്നുകൂടെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനുള്ള സമയമൊന്നുമില്ല, എക്സാം ഡേറ്റ് ഇനി ഞാൻ പുതുക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ എക്സാം ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എപ്പോൾ പോയി എടുക്കാനാണെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, നീ സമയം ഉണ്ടാക്കി നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഓൺലൈൻ തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ അങ്ങനെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. ജൂലൈ 23-ാം തീയതി ഞാൻ എഴുതിയ എക്സാമിന് ഒന്നും കൂടെ റീവാലുവേഷന് കൊടുത്തു. ഹസ്ബൻഡ് പറഞ്ഞു, ഒന്ന് ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അതാണ് നല്ലത്, അപ്പോൾ 3-ാമതിന് എക്സാം എഴുതുമ്പോൾ നമുക്ക് ക്ലബ് ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ ഇച്ചിരി സ്കോർ ഒരു 10 മാർക്കിന് കുറവായിരുന്നു റൈറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 300 കിട്ടുമായിരുന്നെങ്കിൽ 3rd ടൈം എഴുതുമ്പോൾ നമുക്ക് ക്ലബ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ റിവാലുവേഷന് കൊടുത്തു. ഞാൻ ഓൺലൈനിൽ തിരിതെളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി 7-ാം ദിവസം എൻ്റെ റിവാലുവേഷൻ റിസൾട്ട് വന്നു. അതെനിക്ക് എന്ത് അത്ഭുതമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം 290 മാർക്ക് ഉണ്ടായിരുന്ന റൈറ്റിങ്ങിൽ 350 മാർക്കായിട്ട്, അതായത് B ഗ്രേഡായിട്ട് എനിക്ക് ഉയർന്നു കിട്ടി സാധിച്ചു. മാത്രമല്ല അതൊരു അയർലൻഡ് സ്കോർ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് UK പ്രോസസ്സിങ് തുടങ്ങണ്ട, നമുക്ക് ഈ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട, നമ്മൾ ഓൾറെഡി UKക്ക് വേണ്ടി ചെയ്തതാണ്, ഫാമിലി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം അതാണെന്ന് പറഞ്ഞു. എന്തായാലും ഡേറ്റ് എടുത്തതല്ലേ, ഒന്നുകൂടെ എഴുതി നോക്കാൻ പറഞ്ഞു. അങ്ങനെ 3rd ടൈം ഞാൻ
ഒക്ടോബർ 8 എടുക്കാനായിട്ട് ഡേറ്റ് എല്ലാം എടുത്തിരുന്നു. അതിനു മുന്നേ ആയിട്ട് ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് സെപ്റ്റംബർ 27 ഉടമ്പടി എടുത്തു. ഒക്ടോബർ 8 ഞാൻ എക്സാം ഹാളിൽ പോയി. ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ പിടിച്ചായിരുന്നു. എക്സാം സ്റ്റാർട്ട് ചെയ്തു, ലിസണിങ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഒരു വരി പോലും എനിക്ക് മനസ്സിലായില്ല എന്നാണ് സത്യം. ഞാൻ അവിടെ ഇരുന്ന് എക്സാം ഹാളിൽ ഇരുന്ന് കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, ഇതിനും എളുപ്പമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ എക്സാം ഇത് എനിക്ക് ഒരിക്കലും കിട്ടില്ല. ഞാൻ വിചാരിച്ചു സാരമില്ല, ഇനി റീഡിങ് നോക്കാം. റീഡിങ്ങും അതിലും ടഫായിരുന്നു. ഞാൻ പറഞ്ഞു, ഇനി എനിക്കിത് കിട്ടുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഭയങ്കര വിഷമത്തോടെയാണ് പോകുന്നത്. മാത്രമല്ല സ്പീക്കിംഗ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പറയും, എനിക്ക് സ്പീക്കിംഗ് ആണെങ്കിലും പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സ് വരെ പറയുമായിരുന്നു സ്പീഡ് കുറയ്ക്കുക, വെപ്രാളം കുറയ്ക്കുക എന്നൊക്കെ. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നു. എക്സാം റിസൾട്ട് വന്നപ്പോൾ ജനുവരിയിൽ NMC ന്യൂലി അപ്ഡേറ്റ് ചെയ്ത് സ്കോർ തന്നതിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ജനുവരി 9 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മിനിഞ്ഞാന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇപ്പം ഞാൻ ടിക്കറ്റും വിസയും വെയിറ്റ് ചെയ്യുവാണ്. അതുപോലെ ഞാൻ എൻ്റെ 2 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്ന അന്ന് മുതൽ കേൾക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിക്ക് മൂത്രത്തിൽ പഴുപ്പ് അടിക്കടി വരുന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 1.5 മാസം 2 മാസം കൂടുമ്പോൾ മമ്മി എപ്പോഴും ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ ഉടമ്പടിയുടെ അടുത്ത് ഒരു നിയോഗം വെച്ചത് മമ്മിക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ദിവസങ്ങളിലൊക്കെ മമ്മിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, നടുവേദന എടുത്ത്. മമ്മി ഒട്ടും എല്ലാം വേദന സഹിക്കുന്ന ആളാണ്. മമ്മി ഒട്ടും പറ്റാണ്ടാവുമ്പോഴേ പറയുള്ളൂ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മമ്മിക്ക് ചെന്ന അന്ന് മമ്മിക്ക് തൈലവും വെഞ്ചരിച്ച ഉപ്പും എല്ലാം മമ്മിക്ക് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. ഇതുവരെ മമ്മിക്ക് മൂത്രത്തിൽ പഴുപ്പിൻ്റെ ഒരു അസുഖവും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു സ്ഥലം മേടിച്ചായിരുന്നു. സ്ഥലം മേടിച്ച് ഞങ്ങൾ സ്ഥലക്കച്ചവടം നടന്ന ആധാരമൊന്നും കഴിഞ്ഞില്ലായിരുന്നു. കരാറ് ഞങ്ങൾ എഴുതുന്നത് ഫെബ്രുവരിയിലാണ് എഴുതുന്നത്. ഫെബ്രുവരി ഞങ്ങൾ കരാർ എഴുതി. ഞങ്ങൾ പേപ്പർ ആധാരം എഴുതാനായിട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് പേപ്പർ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അതൊരു കുറേ നൂലാമാലകളുള്ള കച്ചവടം തന്നെയായിരുന്നു. കാരണം ആ സ്ഥലം വിൽക്കുന്ന കൊച്ചിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മുന്നേ നാട് വിട്ടു പോയതായിരുന്നു. അങ്ങനെ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് സ്ഥലക്കച്ചവടത്തിന് അവർ തന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ 6 പേപ്പർ എടുക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഇത്രയും മാസമായി 8 മാസം കഴിഞ്ഞിട്ട് ഇതുവരെയും ഞങ്ങൾക്ക് ആ സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അഡ്വാൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞതാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജനുവരി 5 ആ സ്ഥലം ഞങ്ങൾക്ക് ആധാരം എഴുതി കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് 8 വർഷമായി അമ്മ 8 വർഷമായ കമ്പനി അടഞ്ഞു കിടന്നിട്ട് എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങിയ കമ്പനിയായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ആ 8 വർഷമായിട്ട് അടഞ്ഞു കിടന്നിട്ടും അമ്മയ്ക്ക് ആ കമ്പനിയിൽ നിന്ന് ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് അങ്ങനെ കുറേ ആയി 89,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. പിന്നെയും PF കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഈ 89,000 രൂപയാണ് ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 8 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ആ പൈസ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൃപാസനത്തിലൂടെ മാതാവിലൂടെ ലഭിച്ച എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ബ്രിജീത്താമ്മ. ഞാൻ പാലാ രൂപതയിലെ തുരുത്തിപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. 2019 മെയ് 18 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി പത്രം എനിക്ക് പലപ്പോഴും കിട്ടുമായിരുന്നെങ്കിലും ഞാനത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം എനിക്ക് നോക്കിയിട്ട് ഉടമ്പടി എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല. എങ്ങനെ ഇരിക്കുക, ഞാൻ യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. സാക്ഷ്യങ്ങളും കേട്ടു. അതിനുശേഷം എനിക്ക് ആ സാക്ഷ്യങ്ങളും പ്രസംഗങ്ങളും ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാനിത് എൻ്റെ മക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ മോള് ഇതിൽ അമ്മ നമുക്ക് ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമുക്കിത് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ട് അമ്മ പോയി ഉടമ്പടി എടുക്കണം, എനിക്കും കൂടെ വേണ്ടിയിട്ട് അമ്മ ഇത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു, എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ. അങ്ങനെ മോളുടെ നിർബന്ധം കൊണ്ട് ഞാനിവിടെ വന്ന് എനിക്ക് ഉടമ്പടി നമ്മുടെ പച്ച മുദ്രപത്രം കിട്ടിയപ്പോൾ എൻ്റെ വീട്ടു നമ്പറാണ് എനിക്ക് അതേ നമ്പർ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം വന്നു. അമ്മ എന്നെ കാണുന്നുണ്ട്, അമ്മയെ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്നുള്ള ധൈര്യം എനിക്ക് കിട്ടി.
അങ്ങനെ ഞാൻ 2019 മെയ് 18 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങളെല്ലാ മാസവും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വന്ന് മാസത്തിലൊരിക്കൽ വന്ന് ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ ഉടമ്പടി ധ്യാനം കൂടി 3-4 മാസം കഴിഞ്ഞു. 3 മാസത്തോളം കഴിഞ്ഞു. അത് ഒരു സെപ്റ്റംബർ മാസത്തിൽ ഹസ്ബൻഡ് പറഞ്ഞു, ഈ മാസം നീ തനിയെ പൊക്കോ, ഞാൻ പോരുന്നില്ല, എനിക്ക് കോട്ടയം വരെ പോകണം, അതുകൊണ്ട് നീ തനിയെ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അവരുടെ കൂടെ പോന്നു. ഞാൻ ഇവിടെ ഉടമ്പടി കൂടാനായിട്ട് ഈ കരോട്ട ഹോളിലാണ് ഇരുന്നത്, മേളിലത്തെ ഹോളിൽ. അവിടെ ഇവിടെ സാക്ഷി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനെങ്ങനെയോ ഒന്ന് മയങ്ങിപ്പോകും പോലെ എനിക്ക് തോന്നി. എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ ആ ഹാളിൽ ഒരു ഡെഡ് ബോഡി കാണുന്നു. ഞാൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുവാണ്. അപ്പോൾ ആദ്യം മുഖം എന്നെ കാണിക്കുന്നില്ല, കാല് മുതലാണ് ഞാനത് കാണുന്നത്. കാല് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ് കുറേശ്ശെ ഇങ്ങനെ മേളിലേക്ക് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൈ വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന്, അയ്യോ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ആണല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന്, അയ്യോ പപ്പായുടെ കയ്യിൽ നിന്ന് ഞാനിങ്ങനെ ഞാനങ്ങനെ പറയുന്നുണ്ട്, പുറത്തേക്ക് വന്നോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണരുവാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ആ ഷോക്കിൽ അങ്ങനെ അവിടെ ഇരുന്നു. എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അന്നേരം ഞാനൊരു സ്വരം കേൾക്കുവാണ്, അമ്മയില്ലേ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്, അമ്മയില്ലേ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്. ഇങ്ങനെ ഈ സ്വരം ഇങ്ങനെ കേട്ടോണ്ടേ ഇരുന്നു കുറേ സമയത്തേക്ക്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ നോർമലായി, എൻ്റെ ഷോക്കൊക്കെ മാറി. ഞാൻ ആ കാര്യം അങ്ങ് മറന്നേ പോയി. ഉടമ്പടി ധ്യാനം കൂടി വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ബസ്സിലുടക്കി എൻ്റെ ഷർട്ട് കീറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതും കാര്യമാക്കിയില്ല. എന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ഓർക്കുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് പറഞ്ഞ്, ഇപ്പം ഞാൻ നിൻ്റെ കൂടെ കാണേണ്ടതല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അന്ന് കോട്ടയത്തിന് പോയപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ ബസ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ബെല്ലടിച്ച് ബസ് വിടുകയും ഹസ്ബൻഡ് ഒരു ബസ്സിലൊരു കമ്പിയിൽ പിടുത്തം കെട്ടി അത് തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആൾക്കാർ ബഹളം വെച്ചാണ് ബസ് നിർത്തി ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാനിത് കാണുന്നതും ഈ സംഭവം നടക്കുന്നതും ഒരേ സമയത്തായിരുന്നു. അത് അമ്മയുടെ ഏറ്റവും വലിയൊരു സംരക്ഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഉടമ്പടി വെച്ചത് കാര്യം മോളുടെ ജോലിക്കാര്യമായിരുന്നു. അവൾ 4 മാസങ്ങളായി, ആദ്യം ഒരു ജോലി ഉണ്ടായിരുന്നു, അതൊരു ചെറിയ ജോലിയായിരുന്നു. മാസങ്ങളായിട്ട് ഒരു നല്ല ജോലിക്ക് വേണ്ടി പലയിടത്തും അപേക്ഷ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു പ്രതികരണവും എങ്ങും നിന്നും കിട്ടിയിരുന്നില്ല. ആരും ഇത് കണ്ടതായിട്ട് പോലും ഒരു പ്രതികരണം കിട്ടിയിട്ടില്ല. അങ്ങനെയായി മോളും എടുത്തപ്പോൾ അങ്ങനെയാണ് എന്നോട് ഉടമ്പടി വയ്ക്കാനായിട്ട് മോള് പറയുന്നത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇതിൻ്റെ 33-ാം ദിവസം മോളുടെ ഒരു അമേരിക്കൻ കമ്പനിയിൽ നിന്ന്, ഹൈദരാബാദിലുള്ള ഒരു അമേരിക്കൻ കമ്പനിയിൽ നിന്ന് മോളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അവൾക്ക് സൗകര്യമുള്ളൊരു ദിവസം അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. നിനക്ക് സൗകര്യമുള്ളൊരു ദിവസം മതി എന്നാണ് ചോദിച്ച് അവളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അമ്മയുടെ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സാവുകയും ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ അവർ ജോയിൻ ചെയ്യുന്നതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിന്ന് അവൾക്ക് റിലീസ് കിട്ടുന്നില്ലായിരുന്നു. അവർ പറയുന്നത് ഇവർ ഒക്ടോബർ 1-ാം തീയതി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. മോൾക്കത് നോട്ടീസ് പീരീഡ് ഉണ്ടായിരുന്നു. ഒക്ടോബർ 20-ന് ശേഷമേ അവർ വിടുമായിരുന്നുള്ളൂ. അവർക്ക് വേണമെങ്കിൽ വിടാമായിരുന്നു. ഞങ്ങൾ പല വഴികളും നോക്കി. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഉള്ള ജോലി റിസൈൻ നോട്ടീസ് ഇട്ടിരുന്നു. അതുകൊണ്ട് പല വഴികളും നോക്കി. അധികം വന്ന ദിവസത്തെ ശമ്പളം കമ്പനിക്ക് തിരിച്ചു കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അതും അവർ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ HR മുതൽ ഗ്ലോബൽ ഹെഡ് വരെ ഞങ്ങൾ എല്ലാവരെയും സമീപിച്ചു. എന്നിട്ടൊന്നും ആരും ഒരു ദിവസം പോലും മാറ്റിത്തരാൻ അവർ സമ്മതിച്ചില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങളുടെ വഴികളെല്ലാം അടഞ്ഞു, ഇനി അമ്മ തന്നെ എനിക്ക് ആശ്രയം. അമ്മ എൻ്റെ കുഞ്ഞിന് ഒരു ദിവസം പോലും ജോലിയില്ലാത്തൊരവസ്ഥയിൽ അമ്മ നിർത്തരുത്, എനിക്കത് മാത്രമേ അറിയാവുള്ളൂ, അതിനമ്മ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് വെച്ച് ഞാൻ അടുത്ത ഉടമ്പടി
ഞാൻ പുതുക്കി ഈ നിയോഗം വെച്ച് പുതുക്കി അമ്മയോട് ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് പോയി. 8-ാം ദിവസം പുതിയ കമ്പനി പറഞ്ഞു 21-ാം തീയതി ജോയിൻ ചെയ്താൽ മതിയെന്ന്. 21-ാം തീയതി ജോയിൻ ചെയ്ത് 20-ാം തീയതി ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഒരു ദിവസം പോലും ജോലി ഇല്ലാതെ നിൽക്കരുത് എന്നുള്ളതിന് ആ ഞായറാഴ്ച ദിവസമാണ് അവളെ റിലീസായിട്ട് ആ ഡേറ്റിൽ അമ്മ തന്നത്. അത്രയേറെ കൃത്യതയോടെ അമ്മ പ്രാർത്ഥന കേട്ട് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. രണ്ടാമത് എൻ്റെ മോൾക്ക് പുറത്ത് ജോലിക്ക് പഠിക്കാൻ പോയപ്പോൾ മുതൽ എന്നും അവിടുത്തെ ഫുഡിൻ്റെയാണ് എന്താണ് ഭക്ഷണം എല്ലാ മാസവും വയറുവേദനയും ഛർദി ഉണ്ടാവും. വയറുവേദനയും ഛർദി എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലും ഉണ്ടാവും. ഇത് ഈ ജോലി കിട്ടി ഹൈദരാബാദിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവളും മലയാളികളാരും അവൾക്ക് കൂട്ടില്ലായിരുന്നു, അവിടുത്തെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ വയറുവേദന വരുമ്പം ഈ ഛർദി ഉണ്ടാകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഫ്ലൈറ്റ് എടുത്ത് നേരെ നെടുമ്പാശ്ശേരി വരും. അവിടുന്ന് ഞങ്ങൾ പോയി കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എല്ലാ മാസവും ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന്, അത് ഉടമ്പടി വെച്ച കാര്യമല്ല, പക്ഷേ അച്ഛനിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് കണ്ട് ഇവളെയും കൊണ്ട് വന്നു. അച്ഛൻ്റെ അടുക്ക വന്ന് അച്ഛൻ കയ്യപ്പ് പ്രാർത്ഥന വഴി കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യപ്പെടുത്തിക്കോളാൻ പറഞ്ഞു. അതിൽ പിന്നെ ഇന്ന് വരെ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. മോൾക്ക് കല്യാണാലോചന തുടങ്ങി ഇത് കുറേ ആലോചനകളൊക്കെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ടിരുന്നെങ്കിലും ഒരു വർഷത്തോളമായിട്ട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. അത് ഞങ്ങൾ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഉടമ്പടി വെച്ചതിന് ശേഷം ആദ്യം വന്ന ആലോചന തന്നെ അവൾക്കത് ശരിയായി കല്യാണം നടത്താൻ സാധിച്ചു. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് ഒരു അതിർത്തി പ്രശ്നം ഉണ്ടായിരുന്നു. അത് നടത്താൻ ഭയങ്കര അത് അതിർത്തി തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എല്ലാവരും കേസ് കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ അമ്മയുടെ അടുക്ക വന്ന് ഉടമ്പടി വെച്ചു. ഒരു